ഹിമാചലിലെ പൽഗി വില്ലേജിൽ തന്നെ കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 8:30 മണിയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹസീബ് ബ്രോ വിളിച്ചത്, വേഗം എണീറ്റിട്ട് വരികയാണെങ്കിൽ ഒരു പരിപാടി കാണാമെന്ന് പറഞ്ഞിട്ടോ. അവൻ്റെ കോൾ വെച്ചതിന് ശേഷം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കൊട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ താഴെ അമ്പലത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയൊരു അമ്പലമല്ലേ, അവിടെ എന്തോ ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ട് ഇത്രേ. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഒന്നും കഴിച്ചൊന്നുമില്ല, വേഗം ഇറങ്ങിയതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ വഴിയിൽ കൂടെ അങ്ങനെ പെട്ടെന്ന് പോകാനും കഴിയില്ല. പെട്ടെന്ന് പോയില്ലെങ്കിൽ ആ പരിപാടി വേഗം തീരുന്നു അവൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല രസമുള്ള വെയിൽ കേട്ടോ. എന്താ രസം! ഹായ്, കണ്ടോ ഈ വില്ലേജ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടോ? ഈ വഴിക്ക് പോവാം. ആ കൊട്ടിൻ്റെ സൗണ്ട് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പരിപാടി കഴിഞ്ഞോന്ന് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അവിടെ അങ്ങനെ വീഡിയോ ആവശ്യമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല, അങ്ങനെ പെർമിഷൻ ഇല്ല. ജസ്റ്റ് കുറച്ച് ഷോർട്സ് മാത്രമേ എടുത്തുള്ളൂ. അവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വില്ലേജ് കാണാൻ പോയ സമയത്ത് ആ അമ്പലത്തിൻ്റെ മുമ്പിലൊരു കവാടത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പണി ഫിനിഷ് ആവുകയാണെന്ന്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അതെന്തോ ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ആചാരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് രാവിലെ മുതൽ ആ കൊട്ട് കേൾക്കുന്നത്. ഞാൻ ഈ കയറ്റം കയറിയിട്ട് കിതക്കുന്നു. അതവിടെ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ച്. കുറച്ചുകൂടി ഉണ്ട് അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ ഒരു ആടിനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആടിനെ അവർ ബലി കൊടുക്കുന്നുണ്ട്. തല വെട്ടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ നിന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് പരിപാടി. അപ്പോൾ തല വെട്ടിയതിന് ശേഷം അതിൻ്റെ ഇറച്ചി അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യും, അവർ കഴിക്കുകയൊക്കെ ചെയ്യും. വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ പരിസരം മൊത്തം അവർ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്നലെ നമ്മൾ പോയപ്പോൾ അവിടെ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാടൊക്കെ വെട്ടി തെളിക്കാൻ പറ്റില്ല, അതാണ് സംഭവം. ഇവർ മരമൊക്കെ വെട്ടു കേട്ടോ. പക്ഷേ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നുള്ള ഈ കാടുകളൊന്നും, ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വെട്ടാൻ പറ്റില്ല. അതൊക്കെ പറിച്ചെടുക്കണം. വെട്ടിക്കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവുന്നു, അങ്ങനെ എന്തോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബാക്കിൽ അമ്പലത്തിൻ്റെ പുറകു വശത്ത് ഇന്നലെ കണ്ടായിരുന്നത് ഒരു വലിയൊരു പൊന്തക്കാട് പോലെ സംഭവം ഉണ്ട് കേട്ടോ. അതിവർ അതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ വേരിൻ്റെ ഭാഗത്തൊക്കെ കയറ് കെട്ടിയിട്ട് എല്ലാവരും കൂടി വടംവലി പോലെ വലിച്ച് പറിച്ചെടുക്കുകയാണ്. കഷ്ടപ്പെട്ടുള്ള പരിപാടി കേട്ടോ. കുറേ നേരം നടന്നിരുന്നു. അപ്പോൾ എന്തായാലും അവസാനം അവർ വിജയിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് കൂടി നിന്നിട്ട് കുറച്ച് പേര് ചണ്ട കിട്ടും കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ വലിച്ച് അതങ്ങോട്ട് പറിച്ചെടുത്തു എന്തായാലും. അപ്പോൾ ഇന്ന് അവരുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവസാനിച്ചിട്ട് അമ്പലം അടക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തുറക്കുക. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സുഹൃത്ത് എനിക്ക് ഒരു ചായ കൊണ്ടു തന്നിട്ടോ. കുടിക്കുമ്പോൾ നോർമൽ ടീ പോലെ തന്നെ ഉണ്ട്. പക്ഷേ അതിനകത്ത് പിന്നെയാണ് അവർ പറഞ്ഞത് അത് സാധാരണ നമ്മുടെ തേയില അത്രയും ഉപയോഗിക്കാം. ഈ മരയുടെ മുകളിലൊരു ഖാൽ എന്ന് പറയുന്നൊരു മരം ഉണ്ട് ഇത്രേ. ആ മരത്തിൻ്റെ പുറന്തൊലി കളഞ്ഞതിന് ശേഷം ഒരു ചുവന്ന കളറിലൊരു സംഭവം കിട്ടുന്നു. അതിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അതിട്ടിട്ട് അത്ര ചായ ഉണ്ടാക്കുക. കുടിക്കുമ്പോൾ സാധാരണ ചായ പോലെ തന്നെ ഉണ്ട്. എന്തായാലും ചായ കുടിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഇനി അവിടെ പരിപാടി നടക്കുന്നത് ആടിൻ്റെ തല വെട്ടുന്നതാണ്. അപ്പോൾ തൽക്കാലം അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങോട്ട് പോകുന്നു. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. ഫെബിയും കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ ചെണ്ടയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓടി വരുമായിരുന്നു. ഇതേ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. സ്കൂൾ വിട്ടിട്ടുണ്ട് തോന്നി. ഞാൻ ഇന്ന് എനിക്ക് സ്കൂൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സ്കൂൾ വിട്ടോന്ന് അറിയില്ല, വിടാൻ സമയമായിട്ടില്ല. എന്തായാലും നമുക്ക് സ്കൂൾ കാണണം. പോവാം. ഹായ്, നാം പോലെ നാം रुद्राक्षी, किरण, सितलू, जीती, जानवी. नाइस नेम. वेट. आज स्कूल नहीं? यस, स्कूल है. फिर क्यों आप वापस आ रहे? पूजा के लिए. ओके. बाय. बाय. ഹായ് ഗുരുജി. നാം സോനി ഠാക്കൂർ. ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഓണർ. അതുപോലെ തന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ കൂടി ഇദ്ദേഹമാണ്. അപ്പോൾ അഭി ക്ലോസ് കിയാ സ്കൂൾ? ഓപ്പൺ പൂജക്കിലേക്ക്. ഓക്കെ. നമ്മളിപ്പോൾ കണ്ട അമ്പലത്തിലെ പൂജയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ പോയില്ലേ ഇപ്പോൾ, അതുപോലെ ഇദ്ദേഹം പോവാണ്. പൂജ കർമ്മ വാപ്പസ് ആയേക്കാ.
Okay, okay. Okay, thank you. You go there. There some children are sitting. Okay, teachers have there? No, water carrier. Okay. Water carrier help. Okay, helper. Okay, sir. അപ്പോൾ അവർ പൂജ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സ്കൂൾ വിശദമായിട്ട് കാണാം. അദ്ദേഹത്തെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞിരുന്നു ഇന്നലെ സ്കൂൾ അവധിയാണല്ലോ, ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം പോയിട്ട് വരട്ടെ. അയ്യോ, ആ കുട്ടികളൊക്കെ ഈ കയറ്റത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് കേട്ടോ. നമ്മൾ 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേന് കിതക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്നപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ സുഖിച്ചിരുന്ന് നൂഡിൽസൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ എനിക്കും നൂഡിൽസ് കിട്ടോ. ഇന്നലെ ഉണ്ടാക്കി കുറച്ച് ചിക്കൻ്റെ പുട്ടും പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ നൂഡിൽസാണ്. ഞാൻ വരുമ്പോൾ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് കയറിട്ടോ. അപ്പോൾ അവിടെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ട്, കുറച്ച് കുട്ടികളുള്ള ആകെ 20 താഴെ കുട്ടികളുള്ളൂ. നമുക്കൊന്ന് പോയിട്ട് കാണാൻ എന്തായാലും നമ്മളെ ഗുരുജി പൂജ കഴിഞ്ഞിട്ട് വരട്ടെ. പിന്നെ ഈ വില്ലേജ് ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വില്ലേജ് ചെറിയ വീടുകൾ കാണുന്നു, അവരുടെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ലൈഫ് കാണുന്നു. അപ്പോൾ വിചാരിക്കും അവരൊക്കെ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര പാവപ്പെട്ടവരായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും അത്യാവശ്യം ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഒരാളെ കണ്ടല്ലോ, അതുപോലെ ആപ്പിൾ കൃഷി എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറവ് കൃഷിയുള്ള ആൾക്കാർക്ക് പോലും ഒരു വർഷം ഒരു 5-6 ലക്ഷം രൂപ ഈ ആപ്പിൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള തോട്ടങ്ങൾ അവർക്കുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് തരം കൃഷികളുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ സേവ് ചെയ്തു ശരിക്കും, ബാക്കി ജീവിക്കാനുള്ളത് അവർ ഹലാദന ഉണ്ടാക്കുന്നു പറഞ്ഞു. അതായത് ജീവിക്കാൻ കാര്യമായിട്ട് ചിലവൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു കഥ. പിന്നെ വേറെയും കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരാൾക്ക് ഒരു കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. ഡിവോഴ്സ് എന്നുള്ള പരിപാടിയൊന്നും ഇല്ല ഇത്ര ഇവിടെ. അതായത് ഒറ്റ കല്യാണം, അത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തീരുമാനിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ അത് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളാണെങ്കിലും ലൈഫ് ലോങ് ആ ഒരൊറ്റ ബന്ധത്തിൽ തന്നെ തുടരണം എന്നാണ് ഇവിടുത്തെ ഒരു നിയമം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഭയങ്കര വലിയ കോളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇവിടെ അല്ല അത്രേ. ഇഷ്ടമാണെങ്കിൽ അവർ പറയുമ്പോൾ തന്നെ അവർ അംഗീകരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ ഒരു കല്യാണം കഴിക്കും, അങ്ങനെ ജീവിക്കുന്നു പറഞ്ഞ്. കല്യാണമൊക്കെ ഭയങ്കര പരിപാടി അത്രേ. 2-3 ദിവസത്തേക്ക് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കൊരു കല്യാണം കിട്ടുമോ നോക്കണം. ഇവിടെ ഇപ്പം അടുത്തൊന്നും കല്യാണം ഇല്ലാന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞാണ്, ദൂരെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു മല കാണിച്ചു തന്നു, അവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചെക്കനും വേറെ അപ്പുറത്തുള്ളൊരു മല ഉണ്ട്, അവിടുത്തെ പെണ്ണും അത്രേ. അതായത് ഒരു മലയിൽ നിന്ന് വേറൊരു മലയേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അതും കൂടി കാണാം. ക്ഷമിക്കണം. തൽക്കാലം ഞാൻ നൂഡിൽസ് കഴിക്കട്ടെ. അല്ല, നിങ്ങൾ കുളിച്ചോ? ഞാനും ആദ്യം കുളിച്ചു, അപ്പൊ കുളിച്ചിട്ടില്ല. അപ്പ് കുളിച്ചിട്ടില്ലേ? അപ്പൊ എന്താ ജാക്കറ്റ് ഒക്കെ എടാ, അപ്പ് കുളിച്ചില്ല, മോശാട്ടോ. ബാക്കിയുള്ളവരൊക്കെ കുളിച്ചിട്ട് തണുപ്പല്ല, വൃത്തിയാവണ്ടേ? ഇവിടെ വന്നിരിക്ക. അല്ല, ഞാൻ പോയപ്പോ എന്തൊരു പരിപാടി? ഞങ്ങൾ കുളിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. അത്രേ ഉള്ളൂ. പുറത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ലേ? എനിക്ക് ഈ മൂലയിന്ന് എണീക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ നല്ല വെയിൽ ഇപ്പൊ ഇങ്ങനെ വന്നു. അവിടുന്ന് അവിടെ വെയിലാണ്, അവിടെ ഇരിക്കണ്ട പറഞ്ഞിട്ട് പോകും. സാധാരണ വെയിൽ കൊള്ളൂല അല്ലേ? നാട്ടിലാണെങ്കിൽ നാട്ടിൽ നിന്ന് വെയിൽ കൊള്ളണ്ട, അങ്ങോട്ട് കേറി പോരാന്നൊക്കെ പറയുന്നേ. ഇവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കാം, ഇവിടെ വന്ന് വെയിൽ കൊണ്ടോന്ന് പറഞ്ഞോണ്ടിരിക്കും. നല്ല സുഖം ഇവിടെ ഇരിക്കുക. അതേപോലെ ചായ എത്ര മറ്റേത് ഞാൻ ചായ തന്നെ ഒരു 1/2 ഗ്ലാസ് ഒക്കെ കുടിക്കണ ആളാ. ഇവിടെ വന്നിട്ട് ഞാൻ ചായ കുടിക്കന്നെ. അപ്പൊ നല്ല സുഖം, ചൂടുള്ള ചായ കുടിച്ചോണ്ടിരിക്കുക. ചായ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്. ചായ ഉണ്ടാക്കിയിട്ട് അപ്പൊ അങ്ങനെ കുടിക്കാൻ പറ്റും. അതാ ശരിക്കും നല്ല ചൂടോടുകൂടി. ചൂടൊന്നും പ്രശ്നമല്ല തണുപ്പത്ത്. ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെ നടന്നൊക്കെ പോയിട്ടുണ്ടാവുന്നൊക്കെ. പോണം, ഇനി ഒന്ന് ഇറങ്ങണം. ഇപ്പൊ നല്ല വെയിൽ. ഇന്നലെ ഒന്നും ക്ലൈമറ്റ് അത്ര അങ്ങോട്ട് സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ പോയാലോ, പുറത്തിറങ്ങിയാലോ? ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ സുഖം ഉണ്ടാവും. ഒന്ന് ബാക്കിൽ കൂടെ പോയോക്കാം. റെഡിയോ? ഇവിടെ കണ്ടോ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കെട്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വെയിലുള്ള സമയത്ത് വെയിൽ കൊണ്ടിരിക്കാം, മഞ്ഞുള്ള സമയത്ത് ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ട് ഫുള്ള് വൈറ്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ ഫോട്ടോ കാണിച്ചു തന്നു കുറച്ച് മുന്നേ. ഇവിടെ ഫുള്ള് നല്ല ഹൈറ്റില് മഞ്ഞ് വീണിട്ടെടുക്കാണ്. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ സെയിം നമ്മളിപ്പോൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ഇന്നലൊക്കെ കണ്ട ആ ഒരു വില്ലേജിന്റെ വ്യൂ തന്നെ കേട്ടോ. നോക്കിയേ, നമ്മൾ ഇങ്ങനെ ഇരിക്കണു, ഇത് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. എന്ത് രസാലേ. ഇത്രയും നേരം അവിടെ നിന്ന് ആ കൊട്ട് കേൾക്കായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ പൂജയും പരിപാടിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഒരു ശാന്തമായിട്ടുണ്ട്.
ഫുൾ ടൈം ശാന്തതയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. സമാധാനം. സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം മലമുകളിലേക്ക്. ശരിക്കും കേട്ടിട്ടുണ്ട് മലമുകളിൽ നല്ല സമാധാനമാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഹിമാചൽ മൊത്തം എങ്ങനെയാണ് അനുഭവിച്ചു. പക്ഷെ നമ്മള് ആൾക്കാർ സാധാരണ ടൂർ എന്ന് പറഞ്ഞിട്ട് മണാലിക്ക് മാത്രം വരും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹിമാചൽ. അതാണ് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇതാണ്. മറ്റേതും കാണണം, പക്ഷെ ഇവിടെ വന്നപ്പോ അത് വേറെ. ശരിക്കും മണാലി പോണ്ടേ? മണാലി പോണം. കുട്ടികൾക്ക് എന്തായാലും അവിടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നൂഡിൽസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം കേട്ടോ. അയ്യോ അമ്മ എവിടാ? ഇന്ന് നല്ല വെയിലാണല്ലേ, നല്ല സുഖമുണ്ടല്ലേ അപ്പോൾ പുറത്ത് നടക്കാനൊക്കെ. ഇന്നലെ നല്ല മൂടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസം മഴയൊക്കെ പെയ്തിട്ട് അപ്പം നല്ല തണുപ്പായിരുന്നു. ഇപ്പം നല്ല മാറി മാറി വരുന്നുണ്ട്. പെട്ടെന്ന് പോണോണ്ട് പെട്ടെന്ന് മാറും. ജസ്റ്റ് ഒരു മഴ ചാറിയ പോലെ തോന്നി നേരത്തെ. അതിനിടയ്ക്ക് ഒന്ന് ചാറിയില്ലേ? പക്ഷെ നിന്നില്ല. പെട്ടെന്ന് മാറുന്നുണ്ട് കാലാവസ്ഥ. എവിടെയാ ഓറഞ്ച് മരം? ഒന്ന് കാണാം നമുക്ക്. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ഓറഞ്ച് മരം കണ്ടോ? പക്ഷെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? കണ്ടോ, നല്ല മഞ്ഞ കളറിൽ അത് അടിപൊളിയായിട്ട് നിറച്ച്, ചെറിയൊരു മരമാണെങ്കിലും നിറയെ ഓറഞ്ച് കാഴ്ച വെക്കുന്നുണ്ട്. പക്ഷെ അത് മധുരമല്ല. സംഗതി കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ മഞ്ഞ കളറിൽ ഇങ്ങനെ കണ്ടോ. പക്ഷേ ഇതിലത്തെ ഒന്ന് രണ്ട് ഓറഞ്ച് ഇവർ അവിടെ പറിച്ചു കൊടുന്ന് വെച്ചുണ്ട് കേട്ടോ. ചില സമയത്ത് ഉണ്ടാവില്ലേ ഓറഞ്ച് ഇങ്ങനെ കാലം തെറ്റി ഉണ്ടായിട്ട്. എന്താ സംഭവം എന്നറിയില്ല, അത് ഒട്ടും മധുരം ഉണ്ടാവില്ല, ഭയങ്കര പുളിയാണ്. പറിക്കണം അപ്പോ? വേണ്ട, പറിക്കണം. അവിടെ പറിച്ചു വെച്ചതുണ്ട്. ഒരെണ്ണം പറിച്ച അപ്പൂന് കാണിക്കാം അല്ലേ? വേണമെങ്കിൽ എടുത്തോ, അവിടെ പറിച്ചതുണ്ട്. അതെനിക്ക് തോന്നുന്നു ഉണ്ടായത് തന്നെ ഇങ്ങനെ ഓറഞ്ച് കളറിലാണ്. പക്ഷെ എന്ത് രസം, പച്ച കളറിലല്ലേ സാധാരണ ഉണ്ടാവുക. കാണാൻ അടിപൊളിയുണ്ട്. പറിച്ചു തരട്ടെ? പൊളിച്ചു തരട്ടെ? അയ്യോ, അതിന് കമ്പ് വളരെ കുറവ്, നല്ല കട്ടിലെ തൊലി. എന്ത് കട്ടിയാണ് തൊലി, ഉള്ളിൽ കുറച്ചുള്ളൂ സാധനം. അയ്യോ, എങ്ങനെയുണ്ടപ്പോ? ഭയങ്കര പുളിയാ. ഇങ്ങനെ അടിക്കാം. പുളിയാണോ? പുളിയാണോ? പുളിയാണെങ്കിൽ അവന് ഇഷ്ടല്ലേ? കയ്പുണ്ട്. അതല്ല കയ്പ്, മൊത്തത്തിൽ കയ്പാണ്. എന്നാ വേണ്ട, വാ. അത് കഴിക്കണ്ട അപ്പു. വേണ്ട വേണ്ട, നമുക്ക് വേറെ ഓറഞ്ച് വാങ്ങാം. അപ്പോൾ ഇതാൻ്റെ ആവശ്യം കേട്ടോ, കഴിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടലിന് ഓറഞ്ചാണ്. അപ്പോൾ ഇതാ ഓറഞ്ച് മരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ ഇറങ്ങിപ്പോയ ആ വഴിക്ക് തന്നെയാണ്. നമുക്ക് ആ സ്കൂളിലൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് സ്കൂളിൽ കുട്ടികളും ഗുരുജിയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൂന് മനസ്സിലായോ ഗുരുജീനെ? നമ്മൾ ഇന്നലെ കണ്ടില്ലേ സാറ്? സാറും കുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം കേട്ടോ. നമ്മുടെ സ്കൂൾ മാതിരിയാണോ ഇവരെ സ്കൂളിൽ നിന്നൊക്കെ? അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചേർത്താലോ? അപ്പോൾ ഇവിടെ ഇഷ്ടമായില്ലേ? ചൂടൊന്നുമില്ല, നല്ല രസമല്ലേ? അപ്പോൾ ഇവിടെ ചേർക്കട്ടെ? 4ാം ക്ലാസ് ഇവിടെ പഠിക്കാം നമുക്ക്. വേണ്ടേ? ഡോറടച്ചു. ഇവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, അടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാതിലൊക്കെ തുറന്നിട്ട് പോയാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇതാണ് സ്കൂൾ. കുട്ടികൾ ആരൊക്കെ ഉണ്ട് തോന്നുന്നു, എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇതാണ് സ്കൂൾ. ഗുരുജി ഹേ ഇതാ? സാറ് വന്നിട്ടുണ്ട് തോന്നുന്നു. ഇവരെന്താ മുഖത്ത് തേക്കുന്നത്? എന്താണ്? ക്യാ ഹൈ ആപ്കാ? കളർ. ആ പൂജയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരികയാണ്. ഈ സ്കൂളിൻ്റെ മുറ്റം തന്നെ കണ്ടോ? സ്കൂളിൻ്റെ ഈ മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. താഴത്തേക്ക് നല്ല വ്യൂ ആണ്. നമസ്തേ. നമ്മളെ കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ എണീറ്റ് നമസ്തേ ഒക്കെ പറഞ്ഞു കേട്ടോ. ഗുരുജി ഇവിടെ ഉണ്ട്. ഹായ് ഗുരുജി, एक ही क्लास है इधर? नहीं, ये फर्स्ट टू फिफ्थ. मतलब स्ट्रेंथ कम है ना. हाँ, स्ट्रेंथ कम है. टोटल कितना स्टूडेंट्स? 13. ओनली 13 स्टूडेंट्स है. सिर्फ ए विलेज से है ना? ओनली विलेज. ओके. सारे स्टूडेंट्स एक ही क्लास में? अलग अलग है. फर्स्ट सेकंड थर्ड. नहीं, एक ही क्लासरूम. बिकॉज आई एम सिंगल टुडे ना. ओके. other teachers deputed on other school na. ഓക്കെ. ഈ ഒറ്റ സാറേ പഠിപ്പിക്കാനുള്ളൂ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കുട്ടികളും സെപ്പറേറ്റ് ഒരുമിച്ച് ഇരുന്നാട്ടോ പഠിപ്പിക്കുന്നത്. അപ്പു
ഇത് കണ്ടോ സ്കൂള് ആകെ എത്ര കുട്ടികളെ ഉള്ളൂ ഇവിടെ. ആ അവിടെ പോയിരുന്നോളാൻ. ആ ചുമ്മാ ഇരിക്കും. ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ. അപ്പനോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു സാറ്. ഹായ്. ഒരു പുസ്തകം വേണോ? ഒരു ദിവസം ക്ലാസ്സിലിരുന്നോ? ഇന്നത്തെ ദിവസം ഇവിടെ ക്ലാസ്സിലിരുന്നോ? പേര് വെച്ചേക്കാം. നാം ക്യാ ചോദിച്ചേക്കാം. ഹായ് ഹലോ. നാം ക്യാ बोला? നാം ഹർഷിത. അപ്പോ ഹർഷിത എന്നാണ് പേര്. മടിയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അവരെ ക്ലാസ് നമുക്ക് അധികം നേരം കളയണ്ട. ഒരു പാട്ട് നമുക്ക് പാടിത്തരാന്ന് പറഞ്ഞു. ഞാൻ പോലെ പേര് പൂനം. ഓക്കെ ഓക്കെ. ജാൻവി. ആ ദോനോ. शोभला हिमाचल मारा हिमाचल मारा झंडा चमकू सरगेरा तारा देश शोभला हिमाचल मारा झंडा चमकू सरगेरा तारा देश शोभला. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. മടിയാണ് കുട്ടികൾക്ക്, എന്നാലും അവർ പാടിത്തന്നു നമുക്ക്. നാളെ നമുക്ക് അവർക്ക് എന്തെങ്കിലും മുട്ടായി കൊണ്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഇരുന്ന് ക്ലാസ് നടന്നോട്ടെ. സാർ നമ്മളെ പുറകിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. എന്തോ കാണിച്ചു തരാനാണ്. ഇതാണ് സ്കൂളിൻ്റെ പുറകുവശം. കിച്ചണേ. ഓക്കെ 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 ഓക്കെ. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ച ഭക്ഷണമൊക്കെ ഉണ്ട്. ഇതാണ് കിച്ചൺ. ചാവല്ലേ? ചാവലൊക്കെ ദാൽ. റൈസും ദാലും ഇതാക്കണം. ഒരു കുക്കറിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അത്ര കുറച്ച് കുട്ടികളെ 13 കുട്ടികളല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതാണ് കിച്ചൺ. ദാൽ. അപ്പോ ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ. നിങ്ങൾക്ക് അവിടെ സ്കൂളിൽ എന്തൊക്കെയാ കിട്ടുക ഫുഡ്? ചോറും കൂട്ടാനും കറിയൊക്കെ കിട്ടൂലേ? मेनू. ओके 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 ओके. अलग अलग आइटम्स है. जैसे मंडे को दाल चावल प्लस चना, ट्यूसडे को सब्जी पुलाव मौसमी सब्जी, वेडनेसडे को दाल चावल राजमा, थर्सडे को आलू चावल न्यूट्री, फ्राइडे को आलू पालक चावल मौसमी सब्जी, शनिवार को ब्लैक चने चावल. शनिवार भी वर्किंग है? ओके ओके. ഓൺലി സൺഡേ ഹോളിഡേ. ഓക്കെ ഓക്കെ. നടക്കാപ്പോ. അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ. കിച്ചണിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ ആ വില്ലേജാണ്. ഇദ്ദേഹം ഇപ്പോൾ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇദ്ദേഹമൊക്കെ അവിടുത്തെ കുറച്ച് കാര്യപ്പെട്ട ആളാണ് ഈ അമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വെക്കുന്ന ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. അതാണിത്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ. ഈ പൂവ്, ഒരു റോസാപ്പൂവും പിന്നെ വേറെ എന്തോ തരം പൂവും ഈ ക്യാപ്പിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാപ്പ് അവിടെ കുറേ പേര് ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ റൂമുണ്ട് കേട്ടോ ഇവിടെ. ഇതല്ല, അപ്പുറത്തും ക്ലാസ് റൂമൊക്കെ ഉണ്ട്. ഇത് വരെ സ്റ്റോറായിട്ട് ഉപയോഗിക്കാൻ അത്രേ. കണ്ടോ, തൽക്കാലം ഈ സ്റ്റോർ റൂമിന്റെ പുറത്തുള്ള വരാന്തയിൽ വെച്ചിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. रोज सुबह उठकर जब घर में झाड़ू लगाती तब तो सब ठीक रहता, पर जैसे ही वह है. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ബൈ. സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ കണ്ടോ ഇവിടെ ഒരു അമ്മച്ചി എന്തോ സംഭവം കൊണ്ടുപോണത്. സ്പ്രേ ആപ്പിൾ പേടിക്കേ. ഓക്കെ ഓക്കെ. ആപ്പിൾ മരങ്ങൾക്ക് മരുന്നടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാട്ടോ. മരുന്നടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ഈ പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യം എന്തോ ഒരു മരുന്നടിക്കുന്നുണ്ട് ഇത്രേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ് അവര്. അത് ഞാൻ പുറകിൽ നിന്ന് കണ്ടപ്പോ അമ്മച്ചിയാ വിചാരിച്ചു. ചേച്ചി ദീദി. സ്കൂൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ലേ? എന്ത് രസാന്നല്ല, റിലാക്സ് ചെയ്തിരിക്കണ പോലെ തോന്നുന്നു കുട്ടികളെ. കുറച്ച് കുട്ടികൾ മാത്രം, ആകെ 13 കുട്ടികൾ അത്ര ഉള്ളത് ഒരു മൊത്തം സ്കൂളില്. എന്താ സംഭവം എന്ന് അറിയോ? ഈ വില്ലേജിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇത്രയും സ്ഥലത്തുള്ള താഴെ നിന്നും ഇങ്ങോട്ട് വരില്ല ആൾക്കാർ. അവിടെ വേറെ സ്കൂൾ ഉണ്ടാവില്ലേ? അത് സംഭവം. നടക്ക് പോ. അവിടെ ഒരു ക്യാമ്പിങ് സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. കുറച്ച് അങ്ങോട്ട് മുകളിലേക്ക് നടന്നിട്ട് പോകണം. നടക്കേണ്ട സ്ഥലം അടിപൊളിയാ കേട്ടോ. ഇത് കണ്ടോ, നിറയെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ മരങ്ങളുടെ സൈഡിൽ കൂടി അതിൻ്റെ താഴത്ത് ബാക്കി സ്പേസിലൊക്കെ അവർ വേറെന്തൊരു പുല്ല് പോലെ എന്തോ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോതമ്പോ? ചിലപ്പോൾ ഗോതമ്പായിരിക്കും. ശരിയാട്ടോ, കതിരൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരിക്കും.
ഈ വീടാണ് ലാസ്റ്റ് വീട് കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ ഇന്നലെ പോയിട്ടുണ്ട്, അവന് വഴി അറിയാം മുന്നിൽ. ആ അതെ, അപ്പം ഇന്നലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വഴി അറിയുന്ന പറഞ്ഞാണ്ട് മുമ്പിൽ നടക്കുന്നുണ്ട് ആള്. അവൻ ഇന്നലെ പോയ വഴി ശരിക്കും അവന് ഓർമ്മയില്ല കേട്ടോ, തെറ്റിയിട്ട് തോന്നുന്നു. അപ്പോൾ ഇപ്പം പറയാണ് ഇതിൽ കൂടി അല്ലെങ്കിൽ അതിൽ കൂടിയും പോവാം, ഒരു വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് ഈ വഴിക്ക് പോയതാണെന്ന്. കുഴപ്പമില്ല. അതിന് ഉറപ്പുണ്ടോ അതിലാണെന്ന്? എടാ നീ പറ്റിച്ചു. ഇപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയായി. ദിക്കുടി എന്നിട്ട് എവിടെ വഴിയില്ലല്ലോ. ഇനി നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കോളി ഇന്നല്ലേ. എത്തിയാ മതി. നിന്നെ പോലെ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. വാ, കുറച്ച് കയറ്റം കയറിയപ്പോളേ വാ അങ്ങോട്ട് വാ. 2 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഓടിപ്പോയില്ല, അങ്ങോട്ട് വീഴും. അവിടെ ഇരിക്ക്. അങ്ങോട്ട് ഇരിക്ക്. ഇവിടെ നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ താഴത്തേക്കുള്ള വ്യൂ കണ്ട. ഈ ഭാഗത്തുനിന്നുള്ള വില്ലേജിന്റെ വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് സെറ്റല്ലേ, അടിപൊളി. എന്താണ് താഴത്തേക്ക് ഒന്ന് കയറിയത്, അവിടെ ആൾക്കാരുണ്ടെങ്കിലോ. നമ്മളിപ്പോൾ ഈ പോകുന്ന ആ ഒരു ക്യാമ്പിങ് ടെൻ്റൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ കേട്ടോ ഇവരുടെ വാട്ടർ ടാങ്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമ്മൾ ഈ വരുന്ന ഈ വഴിക്കൊക്കെ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വാട്ടർ ടാങ്കിൽ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ കളക്ട് ചെയ്യും. എന്നിട്ടത് ഈ വില്ലേജിലേക്ക്, ഈ പൽഗി വില്ലേജിലെ വീടുകളിലുള്ള വാഷ്റൂമിലേക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യും. ഡ്രസ്സ് അലക്കാനൊക്കെ കേട്ടോ. കുടിവെള്ളം എവിടെയും കളക്ട് ചെയ്യുന്നില്ല. മുകളിലുള്ള മലയിൽ നിന്ന് ഈ പൊട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പൈപ്പിട്ട് ഡയറക്റ്റ് വരികയാണ്. അത് ഫുൾ ടൈം ഇങ്ങനെ 24 hours ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ഇരുന്ന കേട്ടോ, 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. നല്ല രസമല്ലേ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നമുക്കിനി കുറച്ചുകൂടി മുമ്പോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. കേട്ടോ, ഇതെല്ലാം ആപ്പിൾ ട്രീസ് ആണ് കേട്ടോ. ഇതൊന്നും ഇവർ ഈ മരങ്ങളൊന്നും വലുതാകാൻ സമ്മതിക്കില്ല, പ്രൂൺ ചെയ്ത് അങ്ങനെ നിർത്തും. കണ്ടോ, ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. പക്ഷേ ഇവിടെ ഒന്നും പൂത്തിട്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയില്ലേ, അവിടെയൊക്കെ ആപ്പിൾ മരങ്ങളൊക്കെ നല്ലതായിട്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും അതിൻ്റെ സമയമാണ്. നിങ്ങളെന്താ കാര്യമായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്യണു? സുഖല്ലേ? ഒരു വെയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചില്ലേ ഇന്നലെയൊക്കെ അല്ലേ? ശരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പൊ ഇതിലൊക്കെ ആപ്പിൾ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ രസാവൂലേ. ശരിക്കും ഒരു ഓഗസ്റ്റിൽ വരണം. ഓഗസ്റ്റാണ് എൻ്റെ പീക്ക് ടൈം. ഇവിടെ കേട്ടോ ക്യാമ്പിങ് സ്ഥലം. ഇവിടെ നമുക്ക് ക്യാമ്പിങ് ടെൻറ്റുകളാണ്, ഫിക്സഡ് ടെൻറ്റുകളാണ് കേട്ടോ. 5 പേർക്കൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ടെൻറ്റുകളാണ്. കണ്ടോ, ആപ്പിൾ മരങ്ങളുടെ നടുവിൽ. ആഹാ, കൊള്ളാം അല്ലേ? ടെൻറ്റ് കുറേ ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല. ഈ 2 സ്റ്റെപ്പിലായിട്ട് കുറേ ടെൻറ്റുകൾ ഇങ്ങനെ വരിക്കുണ്ട്. നമ്മുടെ പപ്പിക്കുട്ടി നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് വന്നിരുന്നു നേരത്തെ. ഇവിടെ കണ്ടോ, ആ വിരിച്ചിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ മുകളിൽ സുഖമായിട്ട് കിടക്കുകയാണ് ആള്. ഓടല്ലേ എത്ര ഓടം വേണ്ടത് ഇതിനെ കണ്ട ഓടല്ലേന്ന്. ഇങ്ങോട്ട് വാ. കണ്ടോ, അപ്പു കമ്പനിയായി. വാ, ഇറങ്ങി വാ, അപ്പു വാ, ഇങ്ങോട്ട് വാ. നടക്ക്. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു ബെഞ്ച് ഇങ്ങനെ നമുക്ക് നല്ല രസമായിട്ട് പോയിരിക്കാൻ പറ്റി. ആ ബെഞ്ച് അങ്ങോട്ട് ഇരിഞ്ഞിരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക. നോക്ക്, ആ ബെഞ്ചും മരം കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ബെഞ്ചും സെറ്റ്. കൊള്ളാം. ഒരു സൗണ്ട് ശ്രദ്ധിച്ചോ? മഴ വരുന്നുണ്ട്. മഴ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ജാക്കറ്റും ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ടെന്റിൽ കയറിയിരിക്കാം. അതെ, പക്ഷെ അവിടെ ആ ഭാഗത്തൊക്കെ മേഘം കുറച്ച് ഇരുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്താണ് സൗണ്ട് കേൾക്കുന്നത്. ചിലപ്പോ ഈ കാറ്റത്ത് ഈ മരത്തിൽ ഉള്ള സൗണ്ട് കേൾക്കാം. ആണോ? എന്തായാലും മൊത്തത്തിൽ ഇരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ വെയിലൊക്കെ പോയി. ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ നോക്ക്, സൂപ്പർ അല്ലേ? അടിപൊളി. എന്ത് രസാലേ അപ്പു. രസമല്ലാന്ന് ഞാൻ എന്ത് രസാന്നാണ് എപ്പോഴും അങ്ങനത്തെ. അപ്പുന് ഇഷ്ടപ്പെട്ടില്ല? സത്യം പറ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ കൊണ്ടേക്കും, അടുത്ത നാട്ടിൽ കൊണ്ടേക്കും. ഞാനിങ്ങനെ പറഞ്ഞപ്പോ അതിന് ഓപ്പോസിറ്റ് പറയണ. ആദ്യമൊക്കെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടായില്ലേ?
ഇതാണ് വ്യൂ. കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കണം, കുറേ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. ആ സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, പക്ഷെ അത് മഴേൻ്റെ സൗണ്ട് അല്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഈ മരത്തിലേ കാറ്റ് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സൗണ്ടാണ് സംഗതി. മഴ എവിടെയോ പെയ്യുന്നുണ്ട്, പക്ഷേ തണുപ്പ് കൂടിയുണ്ട് അല്ലേ. ഇത്രയും നേരം ഉണ്ടായിരുന്ന സുഖം പോയി, ആ വെയിലാണ് പോയി. ഇപ്പോൾ കുറേ സമയമായിട്ട് വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3 മണി ആയാലേ, 2:30 മണി കഴിഞ്ഞു കേട്ടോ. നല്ല വിശക്കുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ സെറ്റായിട്ടോ. ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ വരുന്നുണ്ടോ എന്ന് സംശയം. ചിക്കൻ കറി. ഈ ചോറാണ് സംഭവം. എന്താണ് കൈ കിട്ടിയ എന്തൊക്കെയൊക്കെയോ ഇട്ടിട്ടൊരു റൈസ് ആക്കി. ഇവിടുത്തെ അരി വേറൊരു ടൈപ്പ് അരിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് കൈ കിട്ടിയ കുരുമുളകും മറ്റേ കറുവപ്പട്ടയൊക്കെ കൂടെ വെറൈറ്റി റൈസ് ആണ്. ഞാൻ രാവിലെ നൂഡിൽസ് കഴിക്കുമ്പോൾ അതിനകത്ത് കുറെ കുരുമുളക് കിട്ടും. കുരുമുളക് അവിടെ ഒരു ബോട്ടിൽ നിറയിരിക്കുന്നുണ്ട്. ആണല്ലേ, അത് തീർക്കാൻ വേണ്ടിട്ടാ. നല്ല അച്ചാറുണ്ട് കേട്ടോ, ഇവര് നാട്ടിൽ നിന്ന് കൊടുന്ന്. ആണോ? നല്ല മാങ്ങച്ചാറ്, നല്ല ടേസ്റ്റ്. അത് നല്ല സൂപ്പർ ആണല്ലേ. അതി ഫുഡ് സെറ്റല്ലേ? ഇങ്ങനെ നല്ലവണ്ണം വിശന്നിട്ട് കഴിക്കുമ്പോ രസല്ലേ, കൊറേ മലയൊക്കെ കേറി വന്നിട്ട് കഴിക്കുമ്പോ. അപ്പൊ ഇഷ്ടായോ? എന്നാ പെട്ടെന്ന് കഴിച്ചോ. റൈസ് എങ്ങനെ ഉണ്ടാതി? അവിടുത്തെ കൊട്ടി ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ. താഴെ അമ്പലത്തെ കൊട്ടി ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ ആ പരിപാടിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇവിടെ എന്ത് പരിപാടിക്കും ആ കൊട്ടാന്തറ മെയിൻ സംഭവം. മലയ്ക്ക് പോകുന്ന പരിപാടി കണ്ടു വർഷത്തിലൊരിക്കൽ. ഈ അമ്പലത്തിലെ ദൈവത്തിന്റെ ആ പ്രതിഷ്ഠ ഉണ്ടല്ലോ, അത് നല്ല വെയിറ്റ് ഇല്ലാത്ത, അത് എടുത്തുകൊണ്ട് മുകളിൽ ഈ മലന്റെ ഏറ്റവും ടോപ്പിൽ പോകത്രേ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് എല്ലാവരും കൂടി കഴിച്ചിട്ട് അത് ദൈവത്തിന്റെ തീരുമാനം ആകുമ്പോഴേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്നതെന്ന് അറിയില്ല. ഈ പൂജാരിമാരൊക്കെ ഉണ്ടല്ലോ, അവര് പറയൂത്രേ. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നു. ദൈവം പറഞ്ഞിട്ടേ പോരാൻ പറ്റുള്ളൂ എന്നിട്ട് ചിലപ്പോ അന്ന് അവിടെ നിൽക്കൂത്രേ, പിറ്റേ ദിവസമൊക്കെ പോരുള്ളൂ. അങ്ങനത്തെ കുറെ രസകരമായ പരിപാടികളുണ്ട് ഇവിടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഒന്നും കാണാനല്ലോ, വീഡിയോ കുറവാണല്ലോ എന്നൊക്കെ. സത്യത്തിൽ ഈ യാത്ര വീഡിയോ ചെയ്യുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തിലുള്ള അല്ല കേട്ടോ. കുടുംബമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം വന്ന് താമസിക്കുക എന്നുള്ളൊരു പ്ലാനിലുണ്ടായ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അത് മാത്രം വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. അതിൻ്റെ ഇടയ്ക്ക് കുറേ സമയം ഫ്രീ ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ട് ഞങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്തൊരു വിശേഷമായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.